ജ്ഞാനേഷ് കുമാർ ഇതേപോലൊരു അവസരവാദിയായ ഒരു മനുഷ്യൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ ഹിംസിച്ചവനാണ് അവൻ. അയാള് ഉറപ്പായിട്ടും അയാൾ രാജിവെച്ചാലേ പുറത്താക്കിയിട്ട് ഇയാളെ ജയിലിൽ ഇടണം. അത്ര ക്രൂരതയാണ് കാണിച്ചത്. അവസാനം ഈ സൈൻ, അതായത് ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ സംഭവത്തിലോട്ട് കൊണ്ടുവന്നു. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അഡ്മിറ്റ് ചെയ്തു, തെറ്റുപറ്റി, ഡെലിബറേറ്റ് തെറ്റാണ് പറ്റിയിരിക്കുന്നത്. അതായത് മോദി ഗവൺമെന്റിന്റെ മുകളിൽ അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കംപ്ലീറ്റ് യു ടേൺ അടിച്ചു. അതായത് ഈ സൈൻ ചെയ്ത് വോട്ട് ഡിലീറ്റ് ചെയ്യുകയോ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആധാർ നമ്പറിനകത്ത് അതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈലിലോ OTP വരുന്നു. ഇതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് ആരാണ് ചെയ്തത്, ഇവിടുന്നാണ് ഇത്രയും നമ്പർ, ഇവിടുന്നാണ് ഏത് നമ്പറിലോട്ടാണ് പോയത്, ഇതല്ലേ ചോദിച്ചുള്ളൂ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടുകൾ മുഴുവനും മാറ്റുന്നു, മറ്റുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടെ കൊണ്ട് ചേർക്കുന്നു. ഇത് ചോദിച്ച് എപ്പോഴും BJP കാര്യം എന്തൊക്കെ ബഹളമാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? ബേസ്ലെസ്. ആ ബേസ്ലെസ് പറഞ്ഞവരാണ് ഇത് മാറ്റിയേക്കുന്നത്. കാരണം അപ്പുറത്ത് സുപ്രീം കോർട്ടിൽ ഇതിൻ്റെ ഇത് സംഭവം ആർഗ്യുമെന്റ് നടക്കുകയാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ പൊളിഞ്ഞുപോയി. ഇന്ത്യയുടെ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായി ഇലക്ഷൻ കമ്മീഷൻ പൊളിഞ്ഞ് നാശമായി. മോദി ഗവൺമെന്റിന് കഴിഞ്ഞ 11 വർഷം കിട്ടിയ ഏറ്റവും വലിയ അടിയായത്.